MDMA എന്ന് പറയുന്ന സാധനം 2 പഞ്ചസാര തരി പോലത്തെ ഒരു സാധനം കേട്ടോ. പഞ്ചസാര തരി 2. ആ 2 പഞ്ചസാര തരിക്ക് 2000 റുപ്യ വില. എത്ര? 2000. ഇത് നാവിന്റെ ചുണ്ടിലോ മൂക്കിലോ കണ്ണിന്റെ ഉടിയോ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ വിത്തിൻ 48 hours 48 മണിക്കൂറിനുള്ളിൽ ഈ കുട്ടി ഇതിന് അടിമപ്പെട്ടിരിക്കും. മറന്നോണ്ട, 48 മണിക്കൂർ കുട്ടി പറക്കും. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേ അളവിൽ ഈ രാസവസ്തു കുട്ടിയുടെ ശരീരത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ കുട്ടി വിഡ്രോവൽ സിൻഡ്രം കാണിക്കും. ഭ്രാന്തമായ അവസ്ഥ. നിങ്ങളെ കൊല്ലണേ ഒരു കൊല്ലും. അതുകൊണ്ടാണ് കേരളത്തിലെ പുതിയ മരണങ്ങളെല്ലാം, കൊലപാതകങ്ങളെല്ലാം അതീവ ഭീകരങ്ങളാണ്. ചെറിയ കൊലപാതകമൊന്നുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 21 വയസ്സുള്ള ചങ്ങായിനെ കൊന്നു നോക്കുക, കഴുത്ത അറത്തിങ്ങനെ മാറ്റുക ചെയ്തത്. ഒരു മനുഷ്യൻ അങ്ങനെ പ്രണയത്തിന്റെ പേരിൽ അങ്ങനെ കൊല്ലാൻ പറ്റുമോ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുക്കുക. മൃഗീയമല്ലേ കൊലപാതകം? കൊല്ലാൻ വേണ്ടിയിട്ട് കൊല്ലതാണോ? തറച്ചറച്ച് കളയുന്ന എന്തുകൊണ്ടാ? ഇത്തരം ലഹരി വസ്തുക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത് എന്നുള്ള സാമാന്യമായ ബോധം മാത്രം മതി. 9ാം ക്ലാസ്സിലെ കുട്ടി ഉമ്മയെ ബലാത്സംഗം ചെയ്തതെങ്കിൽ 17 വയസ്സുകാരന് കള്ളു കുടിക്കാൻ വീട്ടിൽ പൈസ കൊടുക്കാത്തതിന് അമ്മയെ തീകൊളുത്തി കൊന്നിയെങ്കിൽ, കാല് തച്ചൊടിച്ച് അവസാനം അച്ഛന്റെ നെഞ്ചത്തേക്ക് കുട്ടി കത്തിക്കൊണ്ട് കുത്തിയെങ്കിൽ, ആ കുട്ടി മനുഷ്യനല്ലാതാക്കിയത് നിങ്ങളും ഞാനുമാണെന്നുള്ള ബോധം അവന്റെ ജീവിതത്തിലേക്ക്, കുടുംബം എന്ന ലഹരിക്കപ്പുറത്തേക്ക് മറ്റേതോ ലഹരിയെ കുത്തിവെപ്പിച്ചത് നിങ്ങളും ഞാനുമാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവുകയും ഞാനിങ്ങനെ നശിച്ചു പോകുമെന്നുള്ളൊരു ബോധം മക്കൾക്കുണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ സമൂഹത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇപ്പൊ നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും ഒരു ടെൻഷനൊന്നും കാണുന്നില്ല. ഈ സാധനം ഉപയോഗിച്ച് ഈ പെൺകുട്ടികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിപ്പിക്കുകയാണ്. തൊടുപുഴയുള്ള ആ പെണ്ണും ചെക്കനെയും കണ്ടില്ല നിങ്ങൾ? തൊടുപുഴയുള്ള ചെക്കനും പെണ്ണും പ്രണയത്തിന്റെ പേരിൽ കല്യാണം കഴിച്ചു. ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ, അതിനൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരും ഇതിന്റെ മറവിൽ MDMA വിറ്റത് രണ്ടുപേരെയും പറ്റിച്ചുകൊണ്ടാണ്. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോ ആ പെണ്ണിന്റെ നിലവിളി കണ്ടിരുന്നു നിങ്ങൾ? ആത്മാർത്ഥമായ നിലവിളി. മറ്റേ ചങ്ങായിക്ക് ഒരു നിർവികാരം. അവൻ പാവം, അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അടിമപ്പെട്ടു കഴിഞ്ഞത്. നമ്മൾ ഓരോ ദിവസവും കണ്ണു തുറന്ന് നോക്കണം. നമ്മള് കേരളത്തിന്റെ, ഞാനും ഇതിന്റെ ഭീകരത കണ്ടെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിന്, ഈ പെൺകുട്ടികൾ ഇത് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാവില്ല. ഈ പെൺകുട്ടികൾ ഇതിന്റെ കാരിയർ മാറി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്ന 2 വിഭാഗങ്ങളാണ്. ഒന്ന് പെൺകുട്ടികളും ഒന്ന് ചെറിയ കുട്ടികളുമാണ്. വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പ് 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്നാണ് 1.5 കിലോ കഞ്ചാവ് വീണുപോയത്. റോഡുമ്പോൾ കൂടി ഓടുമ്പോൾ വീണുപോയത് 1.5 കിലോ കഞ്ചാവ്. കുട്ടീനോട് ചോദിച്ചു ഇതെന്താന്ന് വെച്ചപ്പോ കുട്ടി നിനക്കറിഞ്ഞൂടാ, ആ ഏട്ടൻ തന്നിന് ഈ ഏട്ടന് കൊണ്ടുകൊടുക്കണം. എനിക്ക് എന്താ തരുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു സിൽക്കി മുട്ടായിയാണ് തരുക. അത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. 5ാം ക്ലാസ്സിലെ കുട്ടി, എന്റെ മൂത്ത മോൾ 5ാം ക്ലാസ്സിലാ. ഞാനൊന്ന് വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ചോദിച്ചു, മോളെ എനിക്കാരെങ്കിലും സിൽക്കി മുട്ടായി തരുത്തുണ്ടോ? എന്റെ ഭാര്യ പറഞ്ഞു ആടന്നും ഇവിടുന്ന് കേട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇളക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഇളക്കേണ്ട ആവശ്യമില്ലേ, ആണുങ്ങൾക്കെല്ലാം പെരാന്തായിക്കുന്ന വിളി ഇങ്ങനെ പറയാ. ഞാൻ പറഞ്ഞു 5ാം ക്ലാസ്സിലെ കുട്ടി വടകരന്ന് കഞ്ചാവ് ബാഗ് കൊണ്ടുപോയിട്ടുണ്ട്, എന്റെ മോളും കൊണ്ടുപോകും. അതിറ്റേക്ക് സിൽക്കി മുട്ടായിയാ വലുത്. മോളോട് ഞാൻ പറഞ്ഞു മോളെ എനിക്ക് സിൽക്കി മുട്ടായി വേണം, അച്ഛനോട് ചോദിക്കണം, അച്ഛൻ തരും. എനിക്കിതുവരെ ആരെങ്കിലും തന്നിട്ടുണ്ടോ? അവൾ പറഞ്ഞു ഇല്ല അച്ഛാ, എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പൊട്ടം കൊടുത്താൽ അവള് കൊണ്ടുപോകുന്നു. ഞാൻ ഉടൻ തന്നെ ഒരു ബൈക്കിലെടുത്തിട്ട് ഓർക്കാട് ടൗണിൽ ഈ സിൽക്കി മുട്ടായി വാങ്ങാൻ പോയി. ഞാൻ 5 സിൽക്കി മുട്ടായി. 5 5 ഞാൻ 5 എടുത്തോ? അല്ല വേണ്ട 7 എടുത്തോ, എനിക്ക് ഓക്കും കൂടി തിന്നല്ലോ. അങ്ങനെ ഐറ്റങ്ങൾ മാത്രം തിന്നണ്ട. അങ്ങനെ 7 സിൽക്കി മുട്ടായി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എടുക്കുവാനാ പൊതിയാനാന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ അവന് പൊതിയിടോ, 5 മുട്ടായി അല്ല ഇപ്പോ. അവസാനം തന്നിട്ട് എന്നോട് ചോദിച്ചു എത്ര പൈസയാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എത്ര പൈസയായി? 7,900 റുപ്യ. സോറി 4,900, 700 റുപ്യ ഒരു മുട്ടായിക്ക്. 7,749, 4,900. എൻ്റെ അടുത്ത് 21 റുപ്യയും പൈസയുണ്ട്. ഞാൻ പറഞ്ഞല്ല ഇത് തിരിച്ചെടുക്കുവോ? ഞാൻ ചോദിച്ചു പൊട്ട എന്നോട് ആദ്യം ചോദിച്ചില്ല ഇത് എടുക്കണോ പോലീസാണെന്ന് തിരിക്കില്ല. ഞാൻ പറഞ്ഞല്ല ഒന്നെനക്ക് എന്തായാലും പോണം, അതിന് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയത്. ഇല്ലെങ്കിൽ എൻ്റെ നമുക്ക് വേറെ അടുത്ത കോന്തപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മളെ പുല്ല് വിലയായിരിക്കും കഴിച്ചേക്ക്. അതുകൊണ്ട് അവരുടെ സകല നിരീക്ഷണം. 12 വയസ്സുള്ള കുട്ടി ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓർക്കാട്ടി ടൗണിൽ കഴിഞ്ഞ ദിവസം ഒരു കിഡ്നാപ്പിംഗ് ഉണ്ടായിരുന്നു. വാട്സപ്പിൽ ഞങ്ങൾക്ക് അതുമില്ല, ഇവിടെ ഒന്നുമില്ല. തങ്കപ്പെട്ട നാടാട്ടോ ഇത്.
വാട്സപ്പില്ലേ? വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാണ്ടി ഗോർക്കാട് ടൗണിൽ നിന്ന് 6ാം ക്ലാസ്സിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. കേട്ടിട്ടില്ല? അങ്ങനെ നാട്ടുകാരിൽ ഉണർന്ന് എത്ര സ്കൂളാന്നോ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് മറ്റേ ക്ലാസ് എടുക്കുമ്പോൾ എന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞ എനിക്കേ അറിയില്ല. കാരണം എന്താണെന്നറിയോ? 6ാം ക്ലാസ്സിലെ കുട്ടീനെ തട്ടിക്കൊണ്ടുവന്നു. കുട്ടി പറഞ്ഞു എന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു കാറിൽ തട്ടിയങ്ങ് കയറ്റി. എനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറെ ദൂരം പോയപ്പോ കാർ എവിടെയോ നിർത്തിയപ്പോ ഈ ചങ്ങാതി ഫോൺ വിളിക്കാൻ ഇറങ്ങിയപ്പോ ഞാൻ അവനെ തട്ടി മാറ്റി അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കോനാലടക്കിടന്ന്. കേരളം മുഴുവൻ പോലീസിനെതിരെ വിപ്ലവ രോഷം കൊണ്ട് പോലീസ് കള്ളന്മാരാണ്. ഓലിക്ക് പിടിച്ചില്ല, ഓല് കിഡ്നാപ്പേഴ്സിനെ പിടിച്ചില്ല, ഓല് പിടിക്കൂല, ഓല് കള്ളന്റെ സൈഡാണ്. പോലീസ് പറഞ്ഞ അവിടെ നിൽക്ക് നമുക്ക് പിടിക്കാം, ഞങ്ങൾ കള്ളൻ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ. കാരണം പോലീസും നാട്ടുകാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളും ഞാളും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് പറ. പോലീസ് എന്തായാലും സുന്ദരനായിരിക്കും, അത് കൂട്ടണ്ട, സൗന്ദര്യം നോക്കണ്ട. വേറെന്താണ് വ്യത്യാസം? പോലീസിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നറിയോ? പോലീസ് ദിവസവും കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഭീകര പ്രശ്നങ്ങളാണ്. നമ്മൾ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരും. പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം ടീമുണ്ടാവും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നെങ്കിലോ? ഇതേതാ പോലീസ് സ്റ്റേഷൻ? ഇതേ ലിമിറ്റാ? കാക്കൂര്. നിങ്ങൾ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ 2-3 ദിവസം പോയാൽ നിങ്ങൾ ചിരിച്ചു മരിച്ചു. നിങ്ങളെ ലോകമൊന്നുമല്ല ലോകം. രാവിലെ നമ്മൾ 8 മണിക്ക് എത്തുമ്പോൾ ഏറ്റവും മുന്നിലത്തെ ബെഞ്ചുമേല് തലേന്ന് കള്ളും കുടിച്ചിട്ട് എഴുതും ആണിയിൽ വീണൊരു ചങ്ങായി ഉണ്ടാവും. അവൻ ആരെല്ലാം എടുത്തിട്ട് അവിടെ കൊണ്ടാച്ചിട്ടുണ്ടാവും. അപ്പൊ 8 മണിക്ക് നമ്മൾ കുളിച്ച് സുന്ദരനായിട്ട് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ചങ്ങായി അവിടെ ഉണ്ടാവും. ഓനിങ്ങനെ കെട്ടുവിട്ട് വരുന്നുണ്ടാവും. നമ്മളെ കാണുമ്പോൾ ചോദിക്കും ഞാനെങ്ങനെ ഇവിടെ എത്തിയേ? എൻ്റെ മുണ്ടെടുത്തു, നിങ്ങളെടുത്തേക്ക് എൻ്റെ ഫോണ് ഒരൊറ്റണം കൊടുക്കുന്നു രാവിലെ തന്നെ. നമ്മൾ ഇന്നൊന്നും കാണരുതേ, നമ്മൾ ഒരു പ്രാർത്ഥിച്ചിട്ടല്ലേ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എന്നാ പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന് നല്ല കേസൊന്നും ഉണ്ടാവരുതേ പഠിച്ചോനെ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. തൊട്ടപ്പുറത്ത് കണ്ട കോന്തപ്പന്റെ കൂടെ തലേന്ന് ഒളിച്ചോടിപ്പോയി. ഇപ്പോഴത്തെ പെൺകുട്ടികളില്ലേ 18 വയസ്സാവാൻ കാത്തു നിൽക്കുക, പാണ്ടായ അന്നേരം ഓടിക്കളിയും. ഇന്നലെ ഒരു പെൺകുട്ടി ഓടിയേനെ, കുട്ടിയോട് വെച്ച് നോക്കുമ്പോൾ 2 ദിവസം കൂടിയുണ്ട് പാണ്ടാവേ, ഇല്ലേ പോക്സോ കേസ് പെടും. ഞങ്ങൾ ചെല്ല എന്ത് പറ്റിപ്പോയി 2 ദിവസം തെറ്റിപ്പോയി. കുട്ടി അറിയാ, അതുകൊണ്ട് സൂക്ഷിച്ചു. ഇതെല്ലാം നമ്മളെ മക്കളെ നീറ്റിൽ ഭയങ്കര അവർക്ക് നിങ്ങളെ കാണാൻ നല്ല ബോധമെല്ലാം ഉണ്ട്. അങ്ങനെ ദിവസം ഒളിച്ചോടുന്ന പെൺകുട്ടികളെ നമ്മൾ രണ്ടാമത് കാണുക. അത് നമ്മളെ മക്കളാവാം. അതില് നിങ്ങൾ വിചാരിക്കും ഇതെന്തിനും ഒളിച്ചോട്ടെ. എന്നോട് പറയുന്നത് നമുക്കെല്ലാം മൊത്തം എത്ര വയസ്സായില്ലേ? വടകരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒളിച്ചോടി അമ്മേന്റെ പ്രായം 83, കൂട്ടിക്കൊണ്ടുപോയ കോന്തപ്പൻ 85. അതുകൊണ്ട് സൂക്ഷിച്ചു. ആരാ ഒളിച്ചോടെന്നും പറഞ്ഞോട്ടെ. എൻ്റെ അമ്മക്ക് 92. ഞാൻ നോക്കുമ്പോൾ അമ്മക്കുണ്ടൊരു തരികിടല്ലോ. ഫോൺ വരുമ്പോൾ അങ്ങേക്ക് പോവാ ഇങ്ങേക്ക് പോവാ. എനിക്ക് ടെൻഷനായിപ്പോ. കാരണം വടകരയിൽ നിന്ന് 82 ഓടിക്കേണ്ട എൻ്റെ അമ്മ 92 10 വയസ്സല്ലേ വ്യത്യാസമല്ലോ, പോവില്ലേ? ശരിക്കും നമ്മൾ കണ്ണ് തുറന്ന് നോക്കാനില്ല. സകല വർഷങ്ങളും നമുക്ക് മനസ്സിലാവും. ഞാനിപ്പം നിങ്ങളെ നോക്കിയില്ലേ, നിങ്ങളെ വർഷങ്ങൾ ഞാൻ പറഞ്ഞു തരുമല്ലോ. നിങ്ങൾക്ക് ഫോൺ ഇപ്പം വരട്ടെ, ഞാൻ പറഞ്ഞു തരാം ആരാ വിളിച്ചതെന്ന്. നിങ്ങളെ ഭാര്യയായിട്ടാ വിളിച്ചേക്കില്ലേ, നിങ്ങൾ അന്നേരം തരും ഇങ്ങനെ കുറച്ച് സാധനം. അപ്പൊ നിങ്ങൾക്ക് അറിയാം സാധനം. വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് ഇങ്ങനെ എന്ത് താളാത്മകമായിരിക്കും. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? നിങ്ങളെ മക്കളിങ്ങനെ നശിക്കുന്നുണ്ടെന്ന് ഫോൺ വിളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവൂലേ? അപ്പൊ നമുക്കൊന്നും നേരെയില്ല, നമുക്കൊന്നിനും കയ്യല്ല. അത് തന്നെ വിഷയം. അതുകൊണ്ട് ഇന്ന് തൊട്ട് സൂക്ഷിച്ചു.